ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലും നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ്. അപ്പം നമുക്ക് വീടൊക്കെ എപ്പോഴും അടിച്ച് തുടയ്ക്കാതെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. പഴയ നൈറ്റി, അതുപോലെ തന്നെ കുർത്തി ഒക്കെ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് പട്ടുപാവാട എന്താണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത് ഏത് അളവുകളൊന്നുമില്ല, നമുക്ക് എത്ര വലിപ്പത്തിൽ എത്ര ഇതിൽ കിട്ടുന്നോ അതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കെയിൽ വെച്ച് വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള തുണി പീസ് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റൂം പെട്ടെന്ന് അഴുക്കാവില്ല, ക്ലീനായിട്ടിരിക്കും. പിന്നെ നമുക്ക് വാഷ് ചെയ്യാനും എളുപ്പമാണ്, അധികം ചിലവില്ലാത്തൊരു കാര്യമാണ്. മഴക്കാലത്തൊക്കെ നമുക്ക് 100% യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസ് നമുക്കതിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പീസസിൽ, അതായത് ഇത് മാറ്റിയിട്ടുള്ള പീസില്ലേ, അതിൽ നമുക്ക് ബാക്കി ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ചെറുപറാന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് വിട്ടോളും. പിന്നെ ഇതിലൊരു ഫ്രണ്ടിൽ സിബ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ സിബിൻ്റെ ഭാഗം മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അതിൻ്റെ ആവശ്യമില്ല. ബട്ടൺസ് ഉണ്ടെങ്കിൽ ബട്ടൺസിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിക്കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗവും നമുക്ക് നടുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചറപറാന്നങ്ങ് മുറിച്ചെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതെ, അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം. അങ്ങനെ അളവുകളും കാര്യങ്ങളൊന്നുമില്ല, നമ്മളുടെ ഒരു ഐഡിയ വെച്ച് അങ്ങോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറേ 2-3 പീസുകളെങ്ങാണ്ട് 3-4 പീസുകളാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമചതുരത്തിൽ മറ്റേ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കണ്ടോ, അത് ഇങ്ങനെ ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിതങ്ങ് വെച്ചെടുക്കുക. അത് കണ്ടത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴച്ചൊന്നും നിൽക്കാതെ ഫ്ലാറ്റായിട്ട് നിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ ആ 4 സൈഡിലും നമുക്ക് തുണി വരരുത്, ഇത്തിരി ഒരു ഗ്യാപ്പ് വേണം, അതിനനുസരിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ മേലുള്ള പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം സൂചി നൂലെടുക്കുക. സൂചി നൂലെടുത്ത ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, നമ്മളത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ വിചാരിക്കും, അയ്യോ അത് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തത് എല്ലാം കൂടി കുമിഞ്ഞു കൂടി വരില്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഒന്ന് സൂചി നൂലും വെച്ചിട്ട് അവിടെയും ഇവിടെ ഒന്ന് ഉറപ്പിച്ചെടുക്കാം. എന്നിട്ട് തയ്യൽ മെഷീനിൽ വെക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഹാൻഡ് സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ ഞാനത് മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് ബോർഡർ കൊടുക്കണം. ബോർഡർ കൊടുക്കാനായിട്ട് ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് വീതി കുറച്ച് നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റൊരു പൈപ്പിംഗ് അല്ലെങ്കിൽ ബോർഡർ പോലെ നമുക്ക് കൊടുത്തെടുക്കാം കേട്ടോ. 5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആദ്യം ഇതൊക്കെ നടുക്കൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉറപ്പിച്ചെടുക്കുക, ഉള്ളിലെ തുണിയൊക്കെ ഒന്ന് ഉറച്ച് നിൽക്കണം. നമ്മൾ ഓൾറെഡി ഹാൻഡ് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്, എന്നിരുന്നാലും നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, മെഷീനിലൊട്ടും നീങ്ങുന്നില്ല. ടേബിൾ ടോപ്പ് ആയതുകൊണ്ടേ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഓരോരോ തലക്കലായിട്ട് പോയി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇത് നോക്കിക്കേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 5 ഇഞ്ച് വീതിയുള്ള തുണിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് 1/2 ഇഞ്ച് അപ്പുറത്തെ സൈഡ് 1/2 ഇഞ്ച് മടക്കിയ ശേഷം നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് പൈപ്പിംഗ് പോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. വലിയൊരു ബോർഡർ പോലെ ചുറ്റും നമുക്ക് ചെയ്തെടുക്കണം. തേക്കണ്ട, അതായത് 5 ഇഞ്ച് വീതിയുള്ള തുണിഞ്ഞ് 2 സൈഡ് ഒരു 1/2 ഇഞ്ച് വെച്ച് മടക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നേരെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇത് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ബോർഡർ വരുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ വക്കൊന്ന് മടക്കി അടിച്ചാലും മതി നമ്മളുടെ ആ ഒരു ഉണ്ടാക്കിയതിൻ്റെ. അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ ചെയ്തൊന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ തിരിക്കണ സമയത്ത് അവിടെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തിരിക്കുന്ന ഭാഗം കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക. അപ്പോൾ മഴക്കാലത്തൊക്കെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മളന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് അലക്കാനും ബുദ്ധിമുട്ടില്ല, പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ആ ത്രെഡിൻ്റെ കളർ ഇങ്ങനെ എടുത്ത് കാണുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ കണ്ടല്ലോ, അതേ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമുക്ക് വാഷ് ചെയ്താലും ഉണങ്ങാനും ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലാണെങ്കിൽ ഒട്ടും തിന്നുമല്ല കണ്ടോ. അപ്പോൾ അതേ ഈ ഒരു ഇതുപോലെ മാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാലൊക്കെ തുടച്ച് വരണേ വീടൊക്കെ ക്ലീൻ ആയിട്ടിരിക്കും. എപ്പോഴും ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല മഴയത്ത്. അപ്പോൾ ചെയ്ത് നോക്കാം.